നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. +2 പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥിനി റോഡിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മീൻപിടുത്തത്തിന്റെ മറവിൽ വൻ കഞ്ചാവ് കച്ചവടം. നാട്ടികയിൽ 6 കിലോ 830 ഗ്രാം മുന്തിയ ഇനം ഗ്രീൻസ് ഇനത്തിൽപ്പെട്ട കഞ്ചാവും മാരകായുധങ്ങളുമായി അറസ്റ്റിലായ പ്രതി റിമാൻഡിലേക്ക്. ഭവന നിർമ്മാണത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചു. വാർത്തകൾ വിശദമായി. +2 പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥിനി റോഡിൽ കുഴഞ്ഞു വീണു മരിച്ചു. താനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി വലിയകത്ത് ബാദുഷയുടെ മകൾ 17 വയസ്സുള്ള ബാദിറയാണ് മരിച്ചത്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ റോഡിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ 108 ആംബുലൻസിൽ പഴവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മീൻപിടുത്തത്തിന്റെ മറവിൽ വൻ കഞ്ചാവ് കച്ചവടം. നാട്ടികയിൽ 6 കിലോ 830 ഗ്രാം മുന്തിയ ഇനം ഗ്രീൻസ് ഇനത്തിൽപ്പെട്ട കഞ്ചാവും മാരകായുധങ്ങളുമായി അറസ്റ്റിലായ പ്രതി റിമാൻഡിലേക്ക്. പുഞ്ചപ്പാടത്ത് വീട്ടിൽ വിഷ്ണുവിനെയാണ് വൻ ലഹരിമരുന്ന് ശേഖരവും മാരകായുധങ്ങളുമായി അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം തൃശൂർ റൂറൽ ജില്ലാ മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീമും വലപ്പാട് പോലീസും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വീടിന്റെ ടെറസിന് മുകളിൽ ഒളിപ്പിച്ച നിലയിൽ വിൽപ്പനക്കായി സൂക്ഷിച്ച മുന്തിയ ഇനം ഗ്രീൻസ് ഇനത്തിൽപ്പെട്ട 6 കിലോ 830 ഗ്രാം കഞ്ചാവും വ്യത്യസ്ത ആകൃതിയിലുള്ള 5 വടിവാളുകൾ, പ്രത്യേകതരം കത്തി, എയർഗൺ, കഞ്ചാവ് തൂക്കം നോക്കുന്നതിനുള്ള ഡിജിറ്റൽ ത്രാസ്, കഞ്ചാവ് പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ പോളിത്തീൻ കവറുകൾ എന്നിവ ഇയാളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തത്. പിടിക്കപ്പെടാതിരിക്കാൻ നാട്ടിൻപുറങ്ങളിലെ തോടുകളിലും കുളങ്ങളിലും വലയുമായി മീൻ പിടിക്കാൻ പോകുന്ന രീതിയായിരുന്നു പ്രതിയുടേത്. മീൻപിടുത്തക്കാരൻ എന്ന വ്യാജേന ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ വെച്ചാണ് ആവശ്യക്കാർക്ക് കഞ്ചാവ് കൈമാറിയിരുന്നത്. പ്രതി ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. ഭവന നിർമ്മാണത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 40,94,27,722 രൂപ വരവും 39,78,22,224 രൂപ ചെലവും 1,16,5,448 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണത്തിന് മാത്രം 6 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. വനിതാ ശാക്തീകരണത്തിനായി ട്രേഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള നൈപുണ്യ പരിശീലന പരിപാടി, വൈജ്ഞാനിക തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വർക്ക് നിയർ ഹോം പദ്ധതി, കുട്ടികൾക്കായി നാടക സാഹിത്യ അഭിരുചി ക്യാമ്പുകൾ, കേരള സർക്കാരിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ചിന്റെ ഭാഗമായി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഹാപ്പിനെസ് പാർക്കുകളും തുടങ്ങി വിവിധങ്ങളായ പദ്ധതികൾക്കായി ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ ഭൂരഹിത ഭവനരഹിതരായിട്ടുള്ള ഇനിയും വീട് കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ വർഷം കൂടുതലായിട്ട് ഊന്നൽ നൽകിക്കൊണ്ട് നമ്മൾ കൃത്യമായ വിഹിതം നമുക്ക് കിട്ടിയിട്ടുള്ള ഫണ്ട് അനുസരിച്ച് വിഹിതം വെച്ചുകൊണ്ട് നമ്മൾ ഈ വർഷത്തെ പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കൈപ്പമംഗലം പള്ളിത്താനം മൊയ്നുദ്ദീൻ ചിസ്തി മസ്ജിദിൽ ബദർ മൗലീദും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. സുഹറ ബീവിയുടെ 5ാമത് ആണ്ടുനേർച്ചയും ഇതോടൊപ്പം നടന്നു. പുത്തൻപള്ളി മഹൽ ഖത്തീബ് അബ്ദുൽ ഖാദർ ദാരിമി ദുആക്ക് നേതൃത്വം നൽകി. മൂന്നുപീടിക ടൗൺ മസ്ജിദ് ഖത്തീബ് KA ഷിഹാബ് മുസ്ലിയാർ, ചിസ്തി മസ്ജിദ് ഇമാം ആഷിഖ്, മുജീബ് സഖായി, ഹുസൈൻ ഫൈസി, മുബാറക് റഹ്മാനി, ഷബീർ ഭാഗവി, ചിസ്തി മസ്ജിദ് സെക്രട്ടറി CK മച്ചീദ്, പ്രസിഡന്റ് CK ബഷീർ എന്നിവർ നേതൃത്വം നൽകി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ കുഞ്ഞുമാക്കൻ ചിറക്കൽ ചെറുപുഴ തോട് പദ്ധതി യാഥാർത്ഥ്യമായി.
എടത്തിരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിൽ കാർഷിക മേഖലയിൽ സംരക്ഷിക്കാൻ നടപ്പിലാക്കിയ കൂത്തുമാക്കൽ ചിറക്കൽ ചെറുപുഴ തോട് പദ്ധതിയുടെ ഉദ്ഘാടനം ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഓൺലൈനായി നിർവഹിച്ചു. ഇ.ടി. ടൈസൺ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന ചിറക്കൽ ചെറുപുഴ തോട് വഴി ശുദ്ധജലം പ്രവഹിപ്പിച്ച് ഇരു പഞ്ചായത്തുകളിലെയും കുടിനീർ ക്ഷാമവും കൃഷി ജലസേചന പ്രശ്നങ്ങളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാർ കയ്പമംഗലം എം.എൽ.എ. ആയിരിക്കുമ്പോൾ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 4.8 കോടി രൂപ ഉപയോഗിച്ചാണ് ചിറക്കൽ ചെറുപുഴ പദ്ധതി ആരംഭിച്ചത്. കൂത്തുമാക്കൽ ഷട്ടറിനടിയിലൂടെ KLDC കനാലിൽ നിന്ന് ടണൽ വഴി ശുദ്ധജലം എത്തിച്ച് ചിറക്കൽ ചെറുപുഴ തോട്ടിലൂടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്നതാണ് പദ്ധതി. കോഴിത്തുമ്പ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, മുൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM മുഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T.K. ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T. പ്രേമൻ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നവമി പ്രസാദ്, ഐഷാബി മുഹമ്മദ്, K.K. അജിതകുമാരി, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K.V. സനീഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ V.K. ജ്യോതിപ്രകാശ്, ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. അരുൺലാൽ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ പദ്ധതിക്കായി 5 സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ പുതിയ വീട്ടിൽ ഫസലുൽ ഹഖിനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ഇഫ്താർ സംഗമവും ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിനെതിരായ മത്സരത്തിന് തയ്യാറായതായി CPI സ്ഥാനാർത്ഥി E.T. ടൈസൺ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ പ്രതികരണമാണിത്. പറവൂരിൽ മത്സരിക്കുന്നതിൽ റിസ്ക് ഉണ്ട്. അനുകൂല ഘടകങ്ങളും പ്രതികൂല ഘടകങ്ങളും ഉണ്ടെന്നറിയാം. എറണാകുളം ജില്ലയിൽ തനിക്കെതിരെ വികാരമുണ്ടോ എന്നതിനെ കുറിച്ച് തനിക്ക് അറിവില്ല. മത്സരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ജില്ലയിൽ പാർട്ടി ഒരുക്കും. സംസ്ഥാനത്ത് ആകെ ഇടതുപക്ഷത്തിന് അനുകൂലമായ വികാരമുണ്ട്. ഒരാൾക്കും ഒരു മണ്ഡലം വേണമെന്ന് വാശി പിടിക്കാനാവില്ല. പാർട്ടി പറഞ്ഞു മത്സരിക്കുന്നു എന്ന് E.T. ടൈസൺ പറഞ്ഞു. മണപ്പുറം ഫൗണ്ടേഷൻ നടത്തിവരുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി VR. സുനിൽകുമാർ MLA.യുടെ സഹകരണത്തോടെ കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിത ലാബ് സ്ഥാപിച്ചു. VR. സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസ് പദ്ധതി സമർപ്പണം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഹാഷിദ്, വാർഡ് കൗൺസിലർ ഗീത റാണി, മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ, പ്രൊജക്ട് കോർഡിനേറ്റർ ആദിത്യ S. ബാനി, മണപ്പുറം ഹോം ഫിനാൻസ് HR ഹെഡ് ദീപു, സെക്രട്ടറിയൽ ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ VM. മഹേഷ്, PTA പ്രസിഡന്റ് നവാസ് പടുവിനൽ, OS. ഷൈൻ എന്നിവർ സംസാരിച്ചു. മാളയിൽ ടാക്സി ഡ്രൈവർക്ക് അതിഥി തൊഴിലാളിയുടെ ക്രൂര മർദ്ദനം. ആറങ്കോട്ടുകര ചെട്ടിപ്പടിയിൽ കീഴൂട്ടുപടി വീട്ടിൽ 84 വയസ്സുള്ള അമ്മിണിയാണ് മരിച്ചത്. കൂട്ടഞ്ചേരി അയ്യപ്പ ക്ഷേത്രത്തിന് സമീപത്തിനടുത്ത് വെച്ച് നിയന്ത്രണം വിട്ട കാർ മതിലിൽ ഇടിക്കുകയായിരുന്നു. അമ്മിണിയുടെ മകൻ ബാബുവാണ് കാർ ഓടിച്ചിരുന്നത്. എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ അമ്മിണിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബാബുവിനും പരിക്കേറ്റു. CC മുകുന്ദന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിൽ എതിർപ്പുമായി പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. പറപ്പൂർ പെട്രോൾ പമ്പിനു മുൻവശം വെച്ചായിരുന്നു അപകടം. പരിക്കേറ്റ കാൽനട യാത്രക്കാരി പറപ്പൂർ സ്വദേശി കാട്ടൂക്കാരൻ വീട്ടിൽ രാജൻ ഭാര്യ ബിന്ദു, കാർ ഡ്രൈവർ പൊന്നൂർ സ്വദേശി കണ്ണനാക്കൽ വീട്ടിൽ മേജോ ഭാര്യ ജോസീന എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി പുട്ടഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം. മദ്യപിച്ചെത്തിയ അതിഥി തൊഴിലാളി ടാക്സി കാറിൽ ചാരി നിൽക്കുകയും കാർ എടുത്തു പോകാൻ ശ്രമിച്ച ഡ്രൈവറായ ബാലനുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു. വാക്കേറ്റം പിന്നീട് സംഘർഷത്തിലേക്ക് മാറി. അതിഥി തൊഴിലാളി ബാലനെ ക്രൂരമായി മർദ്ദിച്ച് നിലത്തിടുകയും തുടർന്ന് മുഖം റോഡിൽ പിടിച്ച് പലതവണ ഇടിക്കുകയും ചെയ്തു. നെയ്ത്തുകുടി സ്വദേശി വടക്കേ ആലുങ്കിൽ വീട്ടിൽ ബാലനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ ബാലന് മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട്. ബാലൻ ആശുപത്രിയിൽ പോയി ചികിത്സ തേടിയെങ്കിലും ഗുരുതര പരിക്കുകളില്ലെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവം കണ്ട നാട്ടുകാർ ഓടിയെത്തുന്നതിനിടയിൽ അതിഥി തൊഴിലാളി സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടതായി പറയുന്നു. സംഭവത്തിൽ പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. 30 വർഷത്തിനു മുകളിലായി ടാക്സി ഡ്രൈവറാണ് ബാലൻ. പറപ്പൂരിൽ നിയന്ത്രണം വിട്ട കാർ കാൽനട യാത്രക്കാരിയെ ഇടിച്ച ശേഷം വൈദ്യുതി തൂണിലിടിച്ച് മറിഞ്ഞു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ, KPCC വിചാർ വിഭാഗ് നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ ഷൈൻ നാട്ടിക എന്നിവർ എതിർപ്പുമായി രംഗത്തെത്തി. മറ്റു പാർട്ടികളിൽ നിന്ന് പുറന്തള്ളുന്ന പാഴ്വസ്തുക്കൾ ഏറ്റെടുക്കാൻ തയ്യാറില്ലെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ. യുവാക്കൾക്ക് മത്സരിക്കാനുള്ള വേദിയാണ് ഇല്ലായ്മ ചെയ്യുന്നത്. പാർട്ടി നേതാക്കളെ നിലപാട് അറിയിക്കും. മാധ്യമങ്ങളിലൂടെയാണ് വിവരങ്ങളെല്ലാം അറിഞ്ഞത്.
മുകുന്ദനും ഗീതാ ഗോപിക്കും എതിരെ സമരം നടത്തിയത് വെറുതെയല്ല. സമരം നടത്തിയ ആളുകൾക്ക് വേണ്ടി വോട്ട് പിടിക്കുക എന്നത് സാധിക്കില്ല. തിരുത്താൻ നേതൃത്വം തയ്യാറാവണം. പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കടവല്ലൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. കരിക്കാട് സ്വദേശികളായ ഷെഫീഖ്, ഷജീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി കടവല്ലൂർ പാടത്തിന് സമീപത്ത് വെച്ചാണ് അപകടം. കടവല്ലൂർ അമ്പലം ബസ് സ്റ്റോപ്പിനടുത്ത് വെച്ച് കാറും ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടമുണ്ടാക്കിയ ലോറി നിർത്താതെ പോയതായി നാട്ടുകാർ പറഞ്ഞു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ കീഴിലൊരുക്കിയ സയൻസ് പാർക്ക് തുറന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് മുഖ്യാതിഥിയായിരുന്നു. പ്രൈമറി തലം മുതൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് വരെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് സയൻസ് പാർക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത്. വിവിധ വിഷയങ്ങളിലുള്ള പരീക്ഷണശാലകൾ, ശാസ്ത്ര മ്യൂസിയം, പ്ലാനറ്റോറിയം തുടങ്ങിയവ സയൻസ് പാർക്കിൽ ഉണ്ടാകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. +2 പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥിനി റോഡിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മീൻപിടുത്തത്തിന്റെ മറവിൽ വൻ കഞ്ചാവ് കച്ചവടം. നാട്ടികയിൽ 6 കിലോ 830 ഗ്രാം മുന്തിയ ഇനം ഗ്രീൻസ് ഇനത്തിൽപ്പെട്ട കഞ്ചാവും മാരകായുധങ്ങളുമായി അറസ്റ്റിലായ പ്രതി റിമാൻഡിലേക്ക്. ഭവന നിർമ്മാണത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.